ഡാർക്ക് സ്കിൻ ടോണിന് മാച്ച് ആവുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കൺസീലർ കാണാം കേട്ടോ നമുക്ക്. ഞാനിങ്ങനെ കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡാർക്ക് സ്കിൻ ടോണിന് പറ്റിയ കൺസീലർ ഒക്കെ നോക്കി നടക്കുന്ന സമയത്താണ് നമുക്ക് ഫ്ലിപ്കാർട്ടിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗ്ലാം 21ന്റെ എച്ച് ഡി കൺസീലർ, ഗ്ലാം 21ന്റെ HD കൺസീലർ കണ്ടത് കേട്ടോ. അപ്പോൾ അധികം റേറ്റ് ഒന്നുമില്ല, 200 സംതിങ് ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു കൺസീലർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൺസീലറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കൺസീലർ ഹൈ കവറേജ് ആണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതും മാറ്റ് ഫിനിഷ് നൽകുന്ന ഒരു കൺസീലറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസീലറിന്റെ ഷെയ്ഡ് വരുന്നത് 05 ആണ്. ഗ്ലാം 21 05 ആണ് കേട്ടോ ഈ ഒരു കൺസീലറിന്റെ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ഈ ഒരു കൺസീലറിന്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കൺസീലർ ഞാൻ നന്നായിട്ട് കുറച്ചധികം ഉപയോഗിച്ചൊരു കൺസീലർ തന്നെയാണ് കേട്ടോ. ഞാൻ അതിനുശേഷമാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓറഞ്ച് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കൺസീലറാണിത്. അപ്പോൾ ഈ ഒരു കൺസീലർ മാത്രം തന്നെ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് പോകാറുണ്ട് കേട്ടോ. സത്യത്തിൽ കൺസീലർ ഇടേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളതിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിവൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഫേസിൽ ഇങ്ങനെയാണ് കേട്ടോ അപ്ലൈ ചെയ്യാറുള്ളത്. കൺസീലർ ഇട്ടിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണല്ലോ. അപ്പോൾ ഈ ഒരു കൺസീലർ വാങ്ങിച്ച് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, കൺസീലർ മാത്രം യൂസ് ചെയ്താലും അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. അപ്പം ഞാൻ ഈ ഒരു കൺസീലർ എനിക്ക് കൂടുതലും എൻ്റെയൊക്കെ ഒരു സ്കിൻ ടോണിന് നൈറ്റ് മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ നല്ല മേക്കപ്പ് ഇതിലും നല്ലത് ചെയ്യുവാണെങ്കിൽ ഭംഗി ഉണ്ടാവുമായിരിക്കാം, പക്ഷെ എനിക്കറിയില്ല. എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതിൽ എനിക്ക് കുറച്ചും കൂടി നൈറ്റ് മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പം നൈറ്റ് മേക്കപ്പിൽ ഞാൻ ഈ ഒരു കൺസീലർ മാത്രം യൂസ് ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് എന്താ പ്രത്യേകത തോന്നിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺസീലർ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കളർ ഉണ്ടല്ലോ, എൻ്റെ ഈ ഒരു സ്കിൻ ടോൺ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അതിനൊരു മാറ്റം വരുത്താതെ ഉള്ളൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസീലർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഒരു കളറിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതായത് എൻ്റെ കളർ എന്താണോ അതിൽ ഞാൻ എന്തോ ചെറിയ മേക്കപ്പ് ചെയ്ത് അതിൽ ഞാൻ എന്താ പറയുക, ഞാൻ ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഈ ഒരു കൺസീലർ നമുക്ക് ഇതുപോലെ റേറ്റ് കുറവിൻ്റെ കൺസീലറൊക്കെ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എൻ്റെയൊക്കെ ഒരു സ്കിൻ ടോണുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു റിവ്യൂ.